വാഴക്കുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ 9, 10, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പുതിയ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ ഇവ സംബന്ധിച്ച അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ 9, 10, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പുതിയ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ ഇവ സംബന്ധിച്ച അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ചെയർമാൻ സി ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ കോമ്പിറ്റൻസി ലെവൽ ചെക്ക് ചെയ്താൽ മതി. അവർക്ക് ബേസിക് ആയിട്ടുള്ള ന്യൂമറസി, ലിറ്ററസി ഏരിയയും ഒപ്പം തന്നെ ജനറൽ ലൈഫ് സ്കിൽ ഏരിയയും ജനറൽ നോളജ് ഏരിയയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. യാതൊരു സ്ട്രെയിനും ഇല്ല. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് വരുന്നു. അവരുടെ ഇടയിൽ ഒരു പക്ഷേ ഒരു 1-2 മെമ്പേഴ്സ് ഒക്കെ മാക്സിമം ഒരു ക്ലാസ്സിൽ ലേണിംഗ് ഡിസബിലിറ്റി പ്രോബ്ലംസ് ഉള്ളവർ കണ്ടേക്കാം. പക്ഷെ അതൊന്നും ഒരു വലിയൊരു ഹർഡിലല്ല. ഒരു 60-70% വരെ അവർക്ക് നോർമൽ സ്കോറിങ്ങിന് പോകാൻ അങ്ങനെ മാറാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി. നമ്മുടെ NCFന്റെ 2 സ്റ്റേജസിൽ ആയിട്ട് NEPയുടെ പുതിയ കരിക്കുലം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വർഷങ്ങളായിട്ട് ബാധിച്ചിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് തന്ന വിദ്യാഭ്യാസത്തിനെ അതേ രീതിയിൽ എടുത്തിട്ട് ചെറിയ മിനുക്കുപണിയൊക്കെ നടത്തി, അല്ലാതെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു കാലങ്ങളായിട്ട്. പക്ഷെ ഈ അടുത്ത സമയത്താണ് ഇതിന് ഗൗരവമായ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്കിൽ ബേസ്ഡ് ലേണിംഗും കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷനും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ കോമ്പിറ്റൻസി ബേസ്ഡ് ഞാൻ ഈ ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കാക്കയുടെ നിറം കറുപ്പാണെന്നും പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച്, പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് തന്നിരിക്കുന്ന ഗ്രീൻ, യെല്ലോ, ബ്ലൂ, ഗ്രേ ഈ 4 എണ്ണേ ഉള്ളു. അപ്പൊ ഈ കുട്ടി പറയുകയാണ് ബ്ലാക്ക് ആണ് ആൻസർ, ഈ തന്നിരിക്കുന്ന ചോയ്സ് എല്ലാം തെറ്റാണ് എന്ന് പറയുന്ന കോമ്പിറ്റൻസി അല്ല, അവിടെ ഗ്രേ ആൻസർ ആണ്. എന്നാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് അവിടുത്തെ ആൻസർ. അങ്ങനെ ആയിരിക്കും പല നല്ല കറക്റ്റ് ആൻസേഴ്സ് പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളും ഇത്തരത്തിലുള്ള പരീക്ഷ വരുമ്പോൾ അവിടെ ചെന്നിട്ട് ഒന്നുകിൽ അവർ മൊത്തം തെറ്റാണെന്നുള്ള കൺക്ലൂഷനിൽ നിൽക്കും. ചിലപ്പോൾ ചില സന്ദർഭത്തിൽ 4ഉം ശരിയാണെന്ന് തോന്നുന്ന തരത്തിലായിരിക്കും ആൻസേഴ്സ് വരുന്നത്. അതിൽ ഏതാണ് എക്സാക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാനുള്ള പഠനമാണ് ശരിയായ രീതിയിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. വിവിധ വൈജ്ഞാനിക മേഖലകളിലെ വിദഗ്ധരായ MG രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, ഡോക്ടർ P വിനോദ്, ഡോക്ടർ ചന്ദ്രകുമാർ, ഡോക്ടർ വിനോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുകയും വിദ്യാർത്ഥികളോട് സംവദിക്കുകയും ചെയ്തു. നിർണായകമായ സമയം എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളും അതുപോലെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും വെച്ച് തന്നെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഹയർ സെക്കൻഡറി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ നിശ്ചിതമായ തീരുമാനത്തോടു കൂടി വേണം ഇറങ്ങാൻ. നമ്മൾ എവിടെ പോകണം, എന്ത് പഠിക്കണം, എന്തായി തീരണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് യാതൊരുവിധ തെറ്റും വരാതിരിക്കണമെങ്കിൽ കൃത്യമായ പഠനം വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനം 2 തരത്തിലായിരിക്കണം. ഒന്ന്, നമ്മുടെ പ്രകൃതിയുടെ വരദാനമായിട്ട് നമുക്ക് കിട്ടിയ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിക്കണം. അവരുടെ ടാലന്റ്, അവരുടെ പ്രത്യേകതകൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ കഴിവുകൾ ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് പേരൻസും വളരെയേറെ നേരം കൈവശം വെച്ചിരിക്കുന്ന അധ്യാപകരും ഈ കുട്ടികളെ മനസ്സിലാക്കണം. എന്താണ് ഇവരുടെ പ്രത്യേകതയായിട്ടുള്ള കഴിവുകൾ, ഏത് രംഗത്താണ് ഇവൻ ശോഭിക്കുക. ഒരു ഡോക്ടർ ആകാൻ എന്നെ കൊണ്ട് കഴിയുമോ? അടുത്ത വീട്ടിലൊരു മരണം നടന്നാൽ പെരയിൽ കയറി കതവടച്ചിരിക്കുന്ന ഒരാള് ഒരു ഡോക്ടർ ആകാൻ പറ്റുമോ? ബ്ലഡ് കണ്ടാൽ മയങ്ങി വീഴുന്ന ഒരാൾക്ക് ഡോക്ടർ ആകാൻ പറ്റുമോ? നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം എന്തായിരിക്കും? എൻ്റെ മകൻ ഡോക്ടർ ആകണം, അല്ലെ എൻ്റെ മകള് ഡോക്ടർ ആകണം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അത് പറ്റുമോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ഒരു ഡെഡ് ബോഡി കണ്ടാൽ ഓടിപ്പോകുന്ന ഒരാൾക്ക് ഡോക്ടർ ആകാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ ഇതിലും ഉണ്ട്. അപ്പം നമ്മളുടെ കഴിവുകളനുസരിച്ച് നമ്മളെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. എപ്പോഴും അത് കൊച്ചു ക്ലാസ്സുകളിൽ തെറ്റ് തുടങ്ങണം. മൂന്നാമതായിട്ട് ആ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്താൽ അതിനെന്തെങ്കിലും ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കൂ. 15 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഒരു വർഷം MBBS എഴുതുന്നത്. അല്ലെങ്കിൽ 10 ലക്ഷം ആൾക്കാരായിരിക്കും ചിലപ്പോൾ അപ്പിയർ ചെയ്യുന്നത്. 10 ലക്ഷമോ അപ്ലൈ ചെയ്യുന്നത് 15 ലക്ഷമാണ്. അതിനകത്ത് 1 ലക്ഷത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ഈ കോഴ്സ് കിട്ടത്തുള്ളൂ. ഈ കോഴ്സ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ +2 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തോളം ചിലപ്പോൾ എവിടെയെങ്കിലും പോയി നമ്മൾ കോച്ചിങ് സെന്ററിൽ പഠിക്കുക. അപ്പോൾ 2 വർഷം നമ്മുടെ പോയി. 16 2 18. പിന്നെ കിട്ടിയെന്നിരിക്കട്ടെ 6 വർഷം നമ്മൾ പഠിക്കണം. 18 6 24. MBBS പാസ്സായെന്ന് വിചാരിക്കും. MBBS പാസ്സായ വല്ലതും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. വെറുതെ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിൽ പോയി നമുക്ക് മാസം 10,000 20,000 രൂപയ്ക്ക് അവിടെ ഇരിക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും നമ്മൾ PG കോഴ്സിന് പോകുന്നു. PG കോഴ്സിന് പോകണമെങ്കിൽ അതിന് 1 കൊല്ലത്തിൽ കൂടുതൽ പ്രിപ്പറേഷൻ വേണം. അതായത് ഒരു $35,000 to $80,000 ശമ്പളം ലഭിക്കുന്ന നിരവധി മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പോകാം എന്നൊരു അറിവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. സാധാരണ മറ്റു കോഴ്സിലേക്ക് ഇപ്പം സാധാരണ കണ്ടുവരുന്നത്
ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരെ എബ്രോഡ് പഠിക്കുകയാണ്. എബ്രോഡ് പോയിട്ട് നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി PGയോ ഡിഗ്രിയോ ഒക്കെ അഡ്മിഷൻ എടുത്താൽ ഇറ്റ്സ് ഗുഡ്. സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ, നമ്മുടെ നാട്ടിലുള്ള കോളേജ് പോലെ ജർമ്മനിയിലോ അയർലൻഡിലോ ഒക്കെ, ഇപ്പൊ ജർമ്മനിയിലെ മൈഗ്രേഷൻ ഏകദേശം സ്റ്റാഗ്നന്റ് ആയി, ഇപ്പൊ അയർലൻഡിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാനലിസ്റ്റ് വിദ്യാർത്ഥികളായ സൂര്യഗായത്രി, നേഹ, മിത്ര, ദേവാങ്കന, ഹരിശങ്കർ, നന്ദന S, ശ്രദ്ധ, ഐഷ, റയാൻ, നന്ദന G നായർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് അതിഥികൾ ചേർന്ന് വിശദമായ മറുപടി നൽകി. സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ സ്വാഗതം രേഖപ്പെടുത്തി. വൈസ് പ്രിൻസിപ്പൽ ഷീജ P നായർ അവതാരികയായിരുന്നു. ഒബ്സർവർ ശ്രുതി വിജയൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കറ്റാനം.